ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേ എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ്. അത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഒന്ന്, സാധ്യത, പോസിബിലിറ്റി, ഒരു കാര്യം സംഭവിച്ചേക്കാം, ചെയ്തേക്കാം, അവൻ വന്നേക്കും, നമ്മൾ കണ്ടതാണ്, അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അനുവാദം, പെർമിഷൻ ചോദിക്കാനും പെർമിഷൻ കൊടുക്കാനും നമ്മൾ മേ ഉപയോഗിക്കും. ഇന്ന് കാണുന്ന 3ാമത്തെ ഉപയോഗമാണ് ആശംസിക്കുക, ഒരാൾക്ക് വിഷ് ചെയ്യുന്നത്, അല്ലേ? ഒരാൾക്ക് നമ്മൾ ഒരു ആശംസ നൽകുന്നതിന് ഇംഗ്ലീഷിൽ എന്ത് ഉപയോഗിക്കും? മേ എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പൊ മേ ആദ്യം ഉപയോഗിക്കും. നമുക്ക് വളരെ പരിചയം ഉണ്ടായിരിക്കും, ഒത്തിരി പരിചയമുള്ള വാക്കായിരിക്കും ഇത്. മേ ഗോഡ് ബ്ലസ് യു, അല്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? മേ ഗോഡ് ബ്ലസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ സംരക്ഷിക്കട്ടെ. മേ ഗോഡ് പ്രൊട്ടക്ട് യു, മേ ഗോഡ് ഗാർഡ് യു. അപ്പൊ അത് മലയാളത്തിൽ എങ്ങനെ തർജ്ജമ ചെയ്യും? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം ഈ ബ്ലസ്, ഹാവ്, ലിവ്, ഇതൊക്കെ എന്ത് ഫോമാണ്? ബേസ് ഫോമേ വയ്ക്കാവൂ. മേ ഗോഡ് ബ്ലസ്ഡ് യു എന്നൊന്നും പറയില്ല, ബേസ് ഫോം വയ്ക്കണം എപ്പോഴും. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമാക്കേണ്ടതാണ്. മേ യു ഹാവ് എ പ്രോസ്പെറസ് ഇയർ, നിനക്ക് ഐശ്വര്യപൂർണമായ ഒരു വർഷം ഉണ്ടായിരിക്കട്ടെ, നിനക്ക് ഐശ്വര്യപൂർണമായ ഒരു വർഷം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആശംസിക്കുക. രീതി ഇങ്ങനെയാണ്, മേ ആദ്യം വയ്ക്കും, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പൊ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും, ക്രിയ എപ്പോഴും ബേസ് ഫോം ആയിരിക്കും ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. മേ യു ലിവ് ലോങ്, നീ ദീർഘനാൾ ജീവിക്കട്ടെ. മേ യു ലിവ് ലോങ്, നീ ദീർഘായുഷ്മാൻ ഭവ എന്നൊക്കെ പറയില്ല, അത് തന്നെ. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് മേ ആദ്യം വെച്ച് ആണ് ഇത് ഉണ്ടാക്കുന്നത്. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ, മേ ഓൾ യുവർ ഡ്രീംസ്, നിന്റെ എല്ലാ സ്വപ്നങ്ങളും സംഭവിക്കട്ടെ, സത്യമായി ഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നതാണ്. നിന്റെ എല്ലാ സ്വപ്നങ്ങളും സത്യമായി ഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ, നമ്മൾ ആശംസിക്കുക. അപ്പൊ മേ വെച്ചാണ് തുടങ്ങുക. ഓക്കെ, മേ ഹി റെസ്റ്റ് ഇൻ പീസ്, ആള് മരിച്ചുപോയി, അപ്പൊ മേ ഹി റെസ്റ്റ് ഇൻ പീസ്, അവൻ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ, അല്ലെ വിശ്രമിക്കട്ടെ, നിത്യവിശ്രാന്തി അവന് ലഭിക്കട്ടെ. അങ്ങനെയൊക്കെ നമുക്ക് തർജ്ജമ ചെയ്യാം. ഇതെല്ലാം ആശംസകളാണ്. ഇതിന്റെ രീതി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് ഒത്തിരി പരിചയമുള്ളതായിരിക്കും, പക്ഷെ അതിന്റെ മെത്തേഡ് നമ്മൾ അറിയണം. മേ വെച്ചിട്ട് അതിൽ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും ബേസ് ഫോം ആയിരിക്കുള്ളൂ. ഇതുപോലെ നമുക്ക് ഇഷ്ടം മേ നേരത്തെ പറഞ്ഞ മേ ഗോഡ് ബ്ലസ് യു, മേ ഗോഡ് ഗാർഡ് യു, മേ ഗോഡ് പ്രൊട്ടക്ട് യു, മേ ഗോഡ് ഹെൽപ്പ് യു, ദൈവം നിന്നെ സഹായിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. ആ രീതിയിലാണ് മലയാളത്തില് നമ്മൾ തർജ്ജമ ചെയ്യേണ്ടത്. അല്ല, മേ യു ഹാവ് എ ഹാപ്പി മാരീഡ് ലൈഫ്, നിനക്ക് സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ. മേ യു ഹാവ് എ ഹാപ്പി മാരീഡ് ലൈഫ്, മേ യു ഹാവ് എ ഹാപ്പി ലോങ് മാരീഡ് ലൈഫ്. ഇതൊക്കെ നമ്മൾ വിഷ് ചെയ്യുക. ഇതാണ് 3 പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. 1, സാധ്യതയെ കാണിക്കാൻ. 2, അനുവാദം ചോദിക്കാനും കൊടുക്കാനും. 3, ആശംസകൾ നൽകാൻ വേണ്ടി മേ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. അതിന്റെ ഫോർമുല ഇതാണ്. പിന്നെ ഇവിടേക്ക് നമ്മൾ മേ മുമ്പിൽ കൊണ്ടുവന്നിടും, അല്ലെങ്കിൽ മേ ഇവിടെ വരും. ഇതിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഈ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് പഠിക്കണം കേട്ടോ. വെർബിന്റെ ലിസ്റ്റ് നോക്കി പഠിക്കാൻ നോക്കുക, കൂടുതൽ വാക്കുകളൊക്കെ പഠിക്കും. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ, അല്ലെ? വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ്, അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന്, അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ.
നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിലെ 10ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണ് ഇംഗ്ലീഷില്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ 3 പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അപ്പൊ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറലാണ്, സിംഗുലർ ആണ് രണ്ടാമത്. സാറിന് എസ് ഉണ്ടാവും, അല്ലെങ്കിൽ IES എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. റൺ, റാൻ, റൺ. കം, കെയിം, കം. become, became, become. overcome, overcame, overcome. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളുടെയൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, വി ഷാൽ സ്റ്റാർട്ട്. amuse, amused, amused. appreciate, appreciated, appreciated. battle, battled, battled. choke, choked, choked. concentrate, concentrated, concentrated. disappear, disappeared, disappeared. educate, educated, educated. empty, emptied, emptied.
exist, existed, existed, learn, learned, learned, form, formed, formed, guide, guided, guided, grab, grabbed, grabbed, grin, grinned, grinned, divide, divided, divided, enter, entered, entered, lick, licked, licked, miss, missed, missed, mix, mixed, mixed, peel, peeled, peeled, listen, listened, listened, name, named, named, separate, separated, separated, serve, served, served, water, watered, watered. ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇവ പ്രത്യേകിച്ച് പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നത് എഴുതാൻ സഹായിക്കും, അർത്ഥവും ശരിക്കും പഠിക്കണം. പിന്നെ ചില വെർബുകൾക്ക് പ്രത്യേകതകളൊക്കെ ശ്രദ്ധിക്കണം. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ IES എന്നൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. Okay, all the best.